ട്രാവൽ ഡയറസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. യൂട്യൂബേഴ്സിനും വ്ളോഗേഴ്സിനും ഒക്കെ ഏറെ പ്രയോജനപ്രദമാകുന്ന ഒരു സാധനമാണ് ഞാനിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുമോ എന്താണെന്നുള്ള കാര്യം? നമുക്ക് എപ്പോഴും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ ക്വാളിറ്റിയോടൊപ്പം തന്നെ വോയിസ് ക്ലാരിറ്റി നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ വീഡിയോ കാണുന്ന ആൾക്ക് നല്ല രീതിയിൽ അത് എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുതകുന്ന രീതിയിലുള്ള ഒരു ഡിവൈസാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. വേറൊന്നുമല്ല, ഗ്രിനാഡോ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വയർലെസ് മൈക്കാണ്. ഓക്കെ, ഇത് നിങ്ങൾ വയർലെസ് മൈക്ക് എന്ന് പറയുമ്പോൾ ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് അല്ല ഒരു 5 മാസങ്ങൾക്ക് മുമ്പൊക്കെ ഒരു വയർലെസ് മൈക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു സിംഗിൾ ചാനലാണെങ്കിൽ 20,000, ഒരു നല്ല കമ്പനിയുടെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 20,000, അതൊരു ഡ്യുവൽ ചാനലൊക്കെ ആകുമ്പോഴത്തേന് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു ഡ്യുവൽ ചാനലൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു 25,000 അല്ലെങ്കിൽ ഒരു 40,000 വരെയൊക്കെ നല്ല ബ്രാൻഡുകൾക്ക് വില പോകാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉപരി ഗ്രെനാറോ എന്ന് പറയുന്ന കമ്പനി കൊണ്ടുവന്നിരിക്കുകയാണ്. ഡ്യുവൽ ചാനലിന് 3000 താഴെയും സിംഗിൾ ചാനലിന് ഒരു 2000 രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ പ്രൈസ്. ഇത് നാട്ടിൽ ഞാൻ പോയപ്പോൾ സമയത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോയും പിന്നെ നമുക്കൊരു ഫസ്റ്റ് യൂസ് ചെയ്ത് നോക്കുന്നൊരു വീഡിയോ ആണ് നമ്മൾ നോക്കുന്നത്. കാരണം ഇതിനകത്ത് അവർ പറയുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു പ്രൈസിന് ഇതുണ്ടോ എന്ന് അത്ഭുതപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ, അതായത് നോയ്സ് ക്യാൻസലേഷന്, അതുപോലെ തന്നെ ഡ്യുവൽ ചാനൽ, അതുപോലെ കുറേ ടൈം കിട്ടുന്നുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തും കൂടെ നോക്കാം. പിന്നെ അവർ പറയുന്ന വേറൊരു കാര്യം, 20 മീറ്റർ വരെ ദൂരത്തിൽ നമുക്കിത് കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അല്ല, ഇത് 2 ഡിവൈസുകളാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ഫോണിൽ ഘടിപ്പിക്കാനുള്ളൊരു അഡാപ്റ്ററും അതിനെ പിന്നെ ഒരു വയർലെസ് മൈക്കുമാണ് വരുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഡ്യുവൽ ചാനലാണ്, അതായത് 2 മൈക്കും ഒരു അഡാപ്റ്ററുമാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, അതിനുശേഷം അതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോക്സ് ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിയുമ്പോഴത്തേന് ഒരു വാറൻറ്റി കാർഡുണ്ട്, അതുപോലെ തന്നെ യൂസർ മാനുവലുണ്ട്. നമുക്ക് പിന്നീട് വായിച്ച് നോക്കാം. പിന്നുള്ളത് ഇങ്ങനെയാണ് കാണുന്നത്. ഇതൊരു നമ്മുടെ മെയിൻ ഡിവൈസും പിന്നെ ഇവിടെ ഒരു ചെറിയ ബോക്സ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ കാണുന്നത് കുറച്ച് കേബിൾസും അഡാപ്റ്റേഴ്സും ഒക്കെയാണ്. ഇത് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സി ടൈപ്പ് ചാർജിങ് കേബിളാണ്. പിന്നുള്ളത് നമുക്ക് 3 ടൈപ്പ് അഡാപ്റ്ററുകൾ കാണുന്നത്, 3 അല്ല 2 ടൈപ്പ് ഒരേപോലെ ഉള്ളത്, അതായത് നമ്മുടെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതുള്ളത് 2 ഉണ്ട്. അപ്പോൾ പിന്നീടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐഫോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്ടറാണ് ഇതുള്ളത്. നമ്മുടെ ഡിവൈസ് ഇതിൽ കണക്ട് ചെയ്തുകൊണ്ട്, അഡാപ്റ്റർ ഇതിൽ കണക്ട് ചെയ്തുകൊണ്ട് ഐഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്നത് ആൻഡ്രോയിഡിലും ഐഫോണിലും ഒരുപോലെ തന്നെ ഈ ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നുള്ളത് നമ്മുടെ മെയിൻ യൂണിറ്റാണ്. അപ്പോൾ നമ്മുടെ മെയിൻ യൂണിറ്റ് ഇതാണ്. നമ്മുടെ എയർപോർട്ടിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ലൊരു കവറിനകത്താണ് ഇത് കിട്ടുന്നത്. ഇവിടെ നല്ല അതിൻ്റെ ബ്രാൻഡ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്തായിട്ട് സി ടൈപ്പ് ചാർജിങ് പോർട്ട് കാണുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. പിന്നെ നല്ലൊരു കവർ, നല്ലൊരു ബിഡ് ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. പ്ലാസ്റ്റിക് ആണെങ്കിലും ഇച്ചിരി നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. നമുക്കിത് തുറന്ന് നോക്കാം. തുറന്ന് പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് കാണുന്നത് 2 മൈക്ക് കാണുന്നുണ്ട്, വയർലെസ് മൈക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അഡാപ്റ്റർ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫോണിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇവിടെ കണ്ടാൽ അറിയാം, ഇത് സി ടൈപ്പാണ്, സി ടൈപ്പ് ചാർജാണ്. അതുപോലെ തന്നെ ഇത് ആൻഡ്രോയിഡ് ഫോണുകൾ ഉപയോഗിക്കാനും നമ്മൾ മുമ്പേ കാണിച്ച ആ ഒരു ഡിവൈസ് കണക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഐഫോണിലും യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതുകൊണ്ട്. പിന്നുള്ളത് 2 മൈക്കുകളാണ്. അപ്പോൾ മൈക്ക് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇത് നമുക്കൊരു മാഗ്നറ്റിക് കേട്ടോ. ഇത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ താഴോട്ട് പോകുന്നതായി കണ്ടോ. എടുക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ഇത് മൈക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു സെയിം ബ്രാൻഡിങ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ട്. പിന്നെ മൈക്കിൻ്റെ ഒരു ഗ്രില്ല് പോലൊരു ഇതുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബട്ടണുണ്ട്, ഓണാക്കാനും ഓഫാക്കാനും ഒക്കെ ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ക്ലിപ്പ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ വയർലെസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ചാർജ് ചെയ്യാനുള്ള പോർട്ടുണ്ട്. നമുക്ക് ഈ ഇതിൽ വെച്ച് വേണമെങ്കിലും ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കുത്തിയിട്ട് സി ടൈപ്പ് ചാർജർ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവൈസിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിൻ്റാണ്, ചാർജിങ് പോയിൻ്റാണിത്. അപ്പോൾ ഇത്രയാണുള്ളത്. നമുക്ക് 2 മൈക്കൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളത് എല്ലാവരൊക്കെ എടുത്ത് വെച്ച് നമ്മളിനി മൊബൈലിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ
മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ ഒരു മൈക്ക് കാണുന്നത് നമ്മുടെ യൂട്യൂബ് സുഹൃത്തുക്കളായ ടെക്കീസ് ട്രാവൽ ബൈ മനോജ് മടമ്പുകാടും അതുപോലെ തന്നെ പാത്തൂസ് പാസഞ്ചറിൻ്റെ ചാനലിൻ്റെ ഉടമയായ മോഹസിൻ പ്രോയും അവർ രണ്ടുപേരും ഈ മൈക്ക് വാങ്ങിച്ച് ഉപയോഗിക്കുകയും നല്ലൊരു റിവ്യൂ പറയുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതനുസരിച്ചാണ് ഞാനിത് സാധനം വാങ്ങിക്കുകയും ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് എൻ്റെ സുഹൃത്തുക്കളുടെ ചാനലുകളുടെ ലിങ്കുകൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ വീഡിയോസൊക്കെ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫോണിൽ കണക്ട് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഡിവൈസ് ഒന്ന് ഓണാക്കാം. നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഇപ്പം ഓണായ ഉടനെ തന്നെ നമുക്ക് ഗ്രീൻ ലൈറ്റ് കാണുന്നുണ്ട്. അതുപോലെ അടുത്ത ഡിവൈസ് ഒന്ന് ഉണ്ടോ, ഇത് ഓണാവുന്ന ഇമ്മീഡിയറ്റ് തന്നെ കണക്ഷൻ ആകുകയാണ്. നമ്മളിതിൽ ബ്ലൂടൂത്തോ ഒരു കാര്യങ്ങളും നമ്മൾ എന്താ പറയുക കണക്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ഒരു അഡാപ്റ്റർ ഡിവൈസ് യൂസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ലൈറ്റ് ഉണ്ട്, ഇൻഡിക്കേഷൻ ഓണായെന്നുള്ളത്. ഇത് രണ്ടും ഇപ്പോൾ ഓണായി നമുക്ക് മൈക്ക് കണക്റ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഗ്രീൻ ലൈറ്റ് രണ്ടിടത്തും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഇത് എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കണക്റ്റഡ് ആണോ എന്നുള്ള കാര്യം. ഇതിപ്പോൾ നിങ്ങൾ രണ്ടും കണ്ടല്ലോ, ഒരു യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ ഗ്രീനാണ്. ഞാൻ ജസ്റ്റ് ഈ ഡിവൈസ് ഒന്ന് ഊരുകയാണ്. ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ബ്ലിങ്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും അല്ലേ, ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഞാനത് ഡിവൈസ് വീണ്ടും കണക്ട് ചെയ്യുമ്പോഴത്തേന് എന്നാ പറയുക ബ്ലിങ്ക് ചെയ്യുന്നത് മാറി ഗ്രീൻ ലൈറ്റൊക്കെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇതാണ് ഇത് കണക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ക്യാമറയായിട്ട് ഏകദേശം ഒരു 10-20 അടി ദൂരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇവിടെ വോയിസ് കിട്ടുന്നുണ്ടോ. അവിടെ ചെന്ന് വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ വോയിസ് കിട്ടുന്നുണ്ടോ. 2 മൈക്കുകളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ ഞാനൊന്ന് അടുപ്പിച്ച് പിടിച്ച് സംസാരിക്കുകയാണ്. അതിനുശേഷം അടുത്തതും അതുപോലെ അടുപ്പിച്ച് പിടിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിലിപ്പോഴും രണ്ടിലും ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞാണ് കിടക്കുന്നത് കേട്ടോ. ഡിസ്കണക്റ്റ് ആവുന്നുണ്ട്. നമുക്കൊന്ന് പുറകോട്ട് നടന്നു നോക്കാം, എത്ര ദൂരം നടന്നു കഴിഞ്ഞാൽ ഇത് ഡിസ്കണക്റ്റ് ആവുമെന്ന് നോക്കാം. രണ്ടും എനിക്കിപ്പം കാണുന്നുണ്ട്. ഇനി വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇവിടുത്തെ കണക്ഷൻ സ്റ്റേബിളാണ്. കാരണം ഇവിടെ ബ്ലിങ്ക് ആവുന്നില്ല, ഗ്രീൻ ലൈറ്റ് തന്നെയാണ് കാണിക്കുന്നത്. ഞാൻ പുറകോട്ട് പോവുകയാണ് കുറച്ചുകൂടെ. ഓക്കെ, ഇത്ര ദൂരത്തിന് ആവശ്യമുള്ളത് അതും പറയും. ആമസോണിലൊക്കെ പറഞ്ഞിരിക്കുന്നത് 65 ഫീറ്റ് വരെയുള്ള ദൂരത്തിൽ ഇത് കണക്ടിവിറ്റി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിവൈസിൽ നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇപ്പം നമുക്കറിയാം സൈഡിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, നോയ്സ് കേൾക്കുന്നുണ്ടായിരിക്കും. ഇതിൽ ഞാൻ മുമ്പേ പറഞ്ഞ പവർ ബട്ടണിൽ തന്നെ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓപ്ഷൻ എനേബിൾ ആകും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അവർ സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു തവണ ഒരു മൈക്ക് ഞാൻ ലോങ് പ്രസ് ചെയ്ത് ഓഫ് ചെയ്തു. ഒരു മൈക്കിലാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ 1 ടൈം പ്രസ് ചെയ്ത് കഴിയുമ്പം ഒരു പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ കുറച്ച് വ്യത്യാസം വരും, അതായത് നോയ്സ് ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്ത ലെവൽ ഒന്നുകൂടെ നമ്മൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ഇത് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് സംസാരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും സൈഡിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, അതിൻ്റെ സൗണ്ടൊന്നും വ്യത്യാസം നമുക്കറിയാൻ സാധിക്കും. ഇനി അടുത്തത് ലാസ്റ്റ് ഓപ്ഷനാണ്. ഒരു പ്രാവശ്യം കൂടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ നോയ്സ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അതായത് സറൗണ്ടിങ്സിലുള്ള വോയിസുകൾ എല്ലാം തന്നെ ക്യാൻസൽ ചെയ്തുകൊണ്ട് നമ്മുടെ വോയിസാണ് മാക്സിമം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു 3000 രൂപയ്ക്ക് താഴെ വിലയുള്ള ഒരു മൈക്രോഫോണിന് ഇത്ര ഓപ്ഷൻസ് തരാൻ സാധിക്കുന്നുണ്ട്. അതായത് നോയ്സ് ക്യാൻസലേഷന്, അതുപോലെ 8 മണിക്കൂർ തന്നെ എന്താ പറയുക യൂസ് ചെയ്യാനുള്ള 1 ടൈം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 1 to 2 hours ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 8 മണിക്കൂർ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 2 മൈക്കുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 8 മണിക്കൂർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 10ൽ കൂടുതൽ മണിക്കൂറുകൾ 2 മൈക്കൂടെ നമുക്ക് കിട്ടും എന്താണെന്ന് പറഞ്ഞാലും. അല്ല, ഇനി ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 മൈക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ മൈക്രോഫോൺ അൺബോക്സ് ചെയ്തു. ഒരു 30 ഫീറ്റ് വരെ പുറകോട്ട് പോയിട്ട് അതിൻ്റെ വോയിസ് കണക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കി. അതുപോലെ തന്നെ അതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓപ്ഷനൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ അതിന് ശേഷം ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് നോക്കിയപ്പം വളരെ സാറ്റിസ്ഫൈഡ് ആണ്, 100% സാറ്റിസ്ഫൈഡ് ആണ്.
അപ്പം ഇതിനകത്ത് ഇനിയുള്ളൊരു ഇഷ്യൂ ഞാൻ റിവ്യൂസിൽ നോക്കിയപ്പോൾ കണ്ടത് ഇതിൻ്റെ കണക്ടിവിറ്റി ഇഷ്യൂസാണ്. അതായത് OTG കണക്ഷൻ ഡിറ്റക്റ്റ് ആകാത്തതും പിന്നെ അതുപോലെ തന്നെ ഈ കണക്ഷൻ യൂസ് ചെയ്ത് ഓഡിയോ റെക്കോർഡ് ആകാത്തതുമായ കുറച്ച് റിവ്യൂസ് ഞാൻ കണ്ടു. അപ്പോൾ ഇതിന് എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, OTG നിങ്ങൾ എനേബിൾ ചെയ്ത് നോക്കുക, OTG കണക്ഷൻ എനേബിൾ ചെയ്ത് നോക്കുക. അത് ചെയ്തിട്ടും നിങ്ങളുടെ വോയിസ് ഡിറ്റക്റ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പിളിൻ്റെ സ്റ്റോറിലും കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലും നോക്കാം. അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തും യൂട്യൂബറുമായ മനോഷിൻ്റെ ചാനൽ, അതായത് ടെക്കീസ് ട്രാവൽ ബൈ മനോഷ് മടമ്പുകാട് എന്നുള്ള ചാനലിൽ അദ്ദേഹം ഇതിൻ്റെ കണക്ടിവിറ്റി ഒക്കെ എങ്ങനെ എനേബിൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സെറ്റിങ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ചാനലിലെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അദ്ദേഹത്തിൻ്റെ ചാനലിൽ നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ അദ്ദേഹത്തിന് കമൻറ്റായി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇവിടെ കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയിൽ ജിജോ സൈനിങ് ഓഫ്.